സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് റിലേറ്റ് ആവുന്ന ഒരു വീഡിയോ ആണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പീസുകൾ എടുത്ത് വെക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും കേട്ടോ. ഇത് പുതിയതായിട്ടുള്ളൊരു കണ്ടന്റ് ഒന്നും അല്ല, ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. അപ്പം ഞാനും ഇത് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ കോട്ടൻ്റെ എൻ്റെ ഈ രണ്ട് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ടൊരു ടോപ്പ് ചെയ്തെടുക്കാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസുകളും ഞാൻ ഇതേ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലിയ പീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള ചെറിയ പീസുകൾ ഇതേപോലത്തെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൽ കാണുന്ന പോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വലിയൊരു പീസുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു അളവിൽ മുറിച്ചെടുത്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറേ വെറൈറ്റീസ് ഓഫ് പീസുകൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. എൻ്റെ കയ്യിൽ ഈ രണ്ട് പീസുകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോമ്പിനേഷനിൽ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ച് വലിയ വലിയ പീസാണ്. അപ്പോൾ ഇതിനേക്കാളും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പീസുകളുടെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോരോ പീസും ഇതേപോലെ നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഈ 3 പീസുകൾ വെച്ചിട്ട് ഒന്ന് മൂന്നെണ്ണം ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് ആ യോജിപ്പിച്ച പീസുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് പതിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിച്ചടിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പതിച്ചടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് അടുത്തൊരു പീസും അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ 3 പീസുകൾ വെച്ചിട്ട് ഇതേപോലെ ഞാൻ ഒരു 3 പീസുകൾ യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ പീസുകളുടെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിവിടെ ഇതേപോലത്തെ 2 പീസുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഫ്രണ്ടിലേക്കും ഒന്ന് നമുക്ക് ബാക്കിലേക്കും വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാനിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട്, നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 പീസുകളും ഞാൻ ഇതേപോലെ ഒന്ന് മടക്കുന്നുണ്ട്. മടക്കിയിട്ട് ഞാൻ ഈ 2 പീസുകളും ഇതേപോലെ യോജിപ്പിച്ചിട്ട് ഒരേപോലെ മുകളിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ രണ്ട് പീസുകളായിട്ടാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഷോൾഡറിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത് ഉള്ളത് അതിൻ്റെ പകുതിയാണ് അവിടെ എടുക്കേണ്ടത്. ഞാനിവിടെ 7 ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്താണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. ഞാനിവിടെ ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ ഒരു 6 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു നെക്ക് നമ്മൾ മാർക്ക് ചെയ്തത് ഇതേപോലെ ഒന്ന് സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കും. ഇനി ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ നെക്കിന്. ഞാനിതാ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് നെക്ക് വരച്ചെടുക്കുന്നത്. എനിക്കൊരു വി പോലെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതാ ഇവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴേക്ക് ഷോൾഡറിൻ്റെ കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴേക്കും 7 ആണ് മാർക്ക് ചെയ്തത്. ഇനി അതൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആ പോയിന്റിൽ നിന്ന് ഇവിടത്തേക്കൊരു നീട്ടിയിട്ട് ഞാൻ ഒരു വരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളെ ചെസ്റ്റിൻ്റെ അളവ് അവിടെയാണ് നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രയാണോ നമ്മളെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഉള്ളത് അതിൻ്റെ 4/1 ഭാഗമാണ് എടുക്കേണ്ടത്. അതായത് അത് ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒരു ഇഞ്ചും കൂടി ഞാനൊരു തയ്യൽ തുമ്പായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ എടുത്ത ഈ ഒരു 7ൻ്റെ പകുതി ഭാഗത്ത് ഞാനിവിടെ ഒരു 3.5 മാർക്ക് ചെയ്തിട്ട് അത് നമ്മളിവിടെ ഒരു കർവ് പോലെ വരച്ചെടുക്കാനായിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൈക്കുഴി നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് ഇറക്കിയിട്ട് കൈക്കുഴി വെട്ടിയെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു സ്ലീവ്ലെസ് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ ടോട്ടൽ ലെങ്ത്ത് ഞാനിവിടെ നോക്കുന്നുണ്ട് എത്ര ഉണ്ട് എന്നുള്ളത്. ഇനി അതിനുശേഷം നമ്മളെ വേസ്റ്റിൻ്റെ ഒരു അളവും അവിടെ 4/1 ഭാഗത്തിൽ മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബസ്റ്റിൻ്റെ അവിടുത്തെ സൈസിൻ്റെയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടുന്നുണ്ട്. ഇനി അതിനുശേഷം ആ ഷേപ്പിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതവിടെ കൈക്കുഴീൻ്റെ അവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കട്ട് ചെയ്യുമ്പോൾ ഇറക്കി കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ഇറക്കിയൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്കിവിടെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് കേട്ടോ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷോൾഡർ കുറച്ചും കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ള ഷോൾഡറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്കിവിടെ നെക്ക് കട്ട് ചെയ്യാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും വേറെ ആണെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മളിതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ടിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇല്ലെങ്കിൽ നമ്മളെ ബാക്കിലെ തുണി നമ്മൾ കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിലെ നെക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനതൊന്ന് ഇതുപോലെ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ നെക്കിലെ ലെങ്ത് ആയിട്ടൊരു 1.5 മാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത അതേ ഒരു 3.5 വിഡ്ത്തിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം ആ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കർവ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു റൗണ്ട് നെക്ക്
നെക്ക് പോലെ ആവും കേട്ടോ. ഇനി നമുക്കിത് മറച്ചടിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എടുക്കാം. ഇതൊരു കട്ട് പീസും കൊണ്ട് ചെയ്യുന്ന ഒരു തുണി ആയതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു തുണിയാണ് കേട്ടോ ഇവിടെ മറച്ചടിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. മറച്ചടിക്കാൻ വേണ്ടി നമ്മൾ ഈ എടുത്തിട്ടുള്ള ഒരു പീസ് നമ്മൾ ഡ്രസ്സിൻ്റെ നല്ല ഭാഗത്തിൻ്റെ നെക്കിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കേണ്ടത്. പറ്റുകയാണെങ്കിൽ ഒന്ന് പിന്നും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങി പോകാണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം എന്താ ഈ നെക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ഈ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്കത് ആവശ്യമില്ലാത്തതാണ്. അതിനുശേഷം ആ ഒരു നെക്കിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു നെക്ക് മറിക്കുമ്പോൾ കുറച്ചും കൂടെ സുഖമായിട്ട് മറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിനുശേഷം ഈ ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ തുണിയിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ആ നെക്കിൻ്റെ അതേ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ അതിൽ കൂടി സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഒരു തയ്യൽ തുമ്പ് ആ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ആ ലൈനിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ നെക്ക് ഇതേപോലെ മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ മറച്ചടിക്കുന്നത്. ഇനി നമ്മൾ ഈ ബാക്കിൽ നെക്ക് ചെയ്യുന്നതും സെയിം ഈ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ഇതേപോലെ തന്നെ മറച്ചടിക്കുകയാണ് ബാക്കിൽ നെക്കും ചെയ്യുന്നത്. അതിനുശേഷം ഈ രണ്ട് പീസുകൾ നമ്മൾ ഇതേപോലെ വെച്ചതിന് ശേഷം ആ പീസുകളുടെ രണ്ടിൻ്റെയും നല്ല ഭാഗവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ നെക്കിൽ വെച്ച ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ആ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ നെക്കിലേക്ക് നമ്മൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷോൾഡർ ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഇവിടെ മറച്ചടിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ ഒരു പീസ് നമ്മൾ നെക്കിലേക്ക് ഉള്ളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നെക്കൊക്കെ കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നെക്ക് ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ഞാനൊരു ഭാഗത്തുനിന്ന് ഇത് അടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വെച്ചിട്ടുള്ള ഉള്ളിലേക്ക് മടക്കേണ്ട ഈ ഒരു ലൈനിങ്ങിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ നെക്കിൻ്റെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആ ഭാഗത്ത് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അറ്റത്തു കൂടെയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അറ്റത്തു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടെ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതും ഈ മുന്നേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതേ ഒരു ഇതിൻ്റെ ഇപ്പുറത്ത് കൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് നമ്മുടെ സ്ലീവ്സിൻ്റെ ആ ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സ്ലീവ് വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മളവിടെ പൈപ്പിംഗ് പോലെ വേറൊരു പീസ് വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാധാ പോലെ മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മൾ സാധാ പോലെ നമ്മളൊന്ന് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതേപോലെയാണ് ഞാൻ മടക്കുന്നത്. ഒരു മടക്ക് ഇതേപോലെ മടക്കിയിട്ട് ഒന്നും കൂടി മടക്കുക. എന്നിട്ട് ആ ഒരു സ്ലീവിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഭാഗം മൊത്തം ഞാൻ ഇതേപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് മടക്ക് ഒരേപോലെ മടക്കിയിട്ട് ഒരേ സമയം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യം ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഒന്നും കൂടി മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു കൈക്കുഴീൻ്റെ ഭാഗം ഇതേപോലെ ചേർത്ത് വെച്ചതിന് ശേഷം, അതായത് അത് രണ്ട് ഭാഗവും ഒരേപോലെ തന്നെ വെക്കുക. ഇനി അതിനുശേഷം നമ്മളിത് താഴേക്ക് നമ്മളെ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് കുറച്ച് ലൂസിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ അവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് ഷേപ്പിൻ്റെ ഭാഗവും നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ അടിഭാഗം ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു അടിഭാഗത്തുള്ളൊരു ഷേപ്പ് ഞാൻ കുറച്ച് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു അടിഭാഗത്ത് ഇതേപോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു ടോപ്പ് നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അല്ല ഇനി എന്തെങ്കിലും അവിടെ ഷേപ്പ് വേണമെങ്കിൽ, അവിടെ ഒരു കോണ് പോലെയൊക്കെ ഷേപ്പ് വേണമെങ്കിൽ അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് ഈ ഒരു അടിഭാഗം നമ്മൾ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കൈയിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെയാണ് കേട്ടോ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കട്ട് പീസ് വെച്ചിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.